ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുത്താലോ. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 2 ബെല്ലം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട്. അപ്പോൾ ഈ അളവ് എന്ന് പറയുന്നത് 1 കപ്പ് പച്ചരിയുടെ അളവാണ് ഈ 2 ബെല്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പച്ചരി ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെച്ച് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് അരിപ്പയിലിട്ട് വെച്ചിങ്ങനെ. അപ്പോൾ ഇതൊന്ന് മിക്സിയിലേക്ക് ഇട്ടിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം. നല്ല തരികളോട് കൂടി തന്നെയാണ് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. അപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ബെല്ലം അവിടെ നിന്ന് ആകുന്ന സമയം കൊണ്ട് ഞാൻ തേങ്ങ കൊത്തൊന്ന് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട്, ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഫ്രൈ പാൻ ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് കുറച്ച് ഒരു സ്പൂണ് 6 kg ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നല്ല ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ച അരിയിലേക്ക് ഇളം ചൂടുള്ള വെള്ളത്തിൻ്റെ ഈ പാനി തന്നെ ഇളം ചൂടോടെ കൂടി തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെറിയ കട്ടകൾ പോലെ കണ്ടപ്പോൾ ഞാനിതൊന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം അതേ മിക്സിൻ്റെ ജാറിൽ തന്നെ നല്ല പഴുത്ത 2 ചെറിയ പഴം എടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചെടുത്ത പഴം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉണ്ണിയപ്പത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ അപ്പക്കാരം അങ്ങനത്തൊന്നും ഉപയോഗിക്കാണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി 1 കപ്പ് പച്ചരിൻ്റെ അളവല്ലേ, അപ്പോൾ 1 കപ്പ് പച്ചരിക്ക് ഞാനിവിടെ 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇനി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നേരത്തെ ഞാൻ കുറച്ച് ശർക്കര പാനി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടേനെ. അതും കൂടി ഒന്ന് ലൂസാകാൻ വേണ്ടിയിട്ട് അതും കൂടി ഒഴിച്ചിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ശർക്കര പാനി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിനി ഞാനിവിടെ റെസ്റ്റ് ചെയ്യേണ്ടിയിട്ട് 2 മണിക്കൂർ വെച്ചിട്ടാണ് ചുട്ടെടുക്കും. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായ് പൊടിച്ചതും പിന്നെ നമ്മൾ വറുത്ത് വെച്ച ആ തേങ്ങാക്കൊത്തും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി ഞാൻ വെച്ചിട്ട് 2 മണിക്കൂറിന് ശേഷമാണ് ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഉണ്ണിയപ്പ ചട്ടി ഗ്യാസ് സ്റ്റോവിലേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കേണ്ട, ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതേപോലെ ഞാനെല്ലാം ഒന്ന് വീത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ജസ്റ്റ് ഒന്നാകുമ്പോഴേക്ക് തന്നെ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നാകുമ്പോഴേക്ക് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് 2 സൈഡും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ എടുക്കുന്നുണ്ട്. നല്ല ഉണ്ണിയപ്പമായിരുന്നു, നല്ല സോഫ്റ്റുള്ള ഉണ്ണിയപ്പമായിരുന്നു. നല്ല മധുരമൊക്കെ നല്ല കറക്റ്റ് മധുരമൊക്കെ ആയിരുന്നേ. വേറെ അപ്പക്കാരം അങ്ങനത്തൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഗസ്റ്റെല്ലാം വരുന്ന സമയത്തൊക്കെ നമുക്ക് വേഗം പെട്ടെന്ന് തന്നെ ചായക്ക് കൊടുക്കാനെല്ലാം പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക, ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.